നീ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലർക്ക് ജീവിതത്തിലെല്ലാം എളുപ്പത്തിൽ കിട്ടുന്നത്? നീ എത്ര ശ്രമിച്ചിട്ടും എന്താണ് കാര്യങ്ങൾ ശരിയാകാത്തത്? 2006 ലോകമെമ്പാടും കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു പുസ്തകം പുറത്തിറങ്ങി, ദി സീക്രട്ട്. ഈ പുസ്തകം ഒരു കഥയല്ല, ഒരു തിയറിയല്ല, മറിച്ച് ഇതൊരു ജീവിത രഹസ്യമാണ്. ഈ പുസ്തകത്തിന്റെ പിന്നിൽ ഒരാളുണ്ട്. അവളുടെ പേര് റോണ്ട ബയൻ. ഒരു സാധാരണ സ്ത്രീ, പക്ഷെ അവളുടെ ജീവിതം ഒരിക്കൽ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. അവളുടെ അച്ഛൻ മരിച്ചു. അവൾ ഡിപ്രഷനിലായിരുന്നു. ജീവിതം തന്നെ അർത്ഥമില്ലാത്തതുപോലെ അവൾക്ക് തോന്നി. ഒരു ദിവസം അവളുടെ മകൾ അവൾക്കൊരു പഴയ പുസ്തകം കൊടുത്തു. ആ പുസ്തകം അവളുടെ ജീവിതം മാറ്റി. അവൾ പിന്നീട് മനസ്സിലാക്കി, ഈ ലോകത്തിൽ ഒരു അദൃശ്യമായ ശക്തിയുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. നിന്റെ മൈൻഡ്, നിന്റെ മനസ്സ് ഒരു കാന്തമാണ്, മാഗ്നറ്റാണ്. അവൾ ആ അറിവ് ലോകത്തോട് പങ്കുവെക്കാൻ തീരുമാനിച്ചു. അതെ, അങ്ങനെ ആ പുസ്തകം ജനിച്ചു, ദി സീക്രട്ട്. എന്താണ് ഈ സീക്രട്ട്? ലളിതമായി പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. നീ എന്താണ് ചിന്തിക്കുന്നത്, അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. നീ തുടർച്ചയായി ചിന്തിക്കുന്നത് എനിക്ക് കഴിയില്ല, എനിക്ക് ലക്കില്ല, എനിക്ക് പണം കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിന്റെ ജീവിതം അതുപോലെയാണ് സംഭവിക്കുക. പക്ഷേ നീ ചിന്തിക്കുന്നത് എനിക്ക് സാധിക്കും, എനിക്ക് ഓൾറെഡി വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, എനിക്ക് അബണ്ടൻസ് ഉണ്ട്, വെൽത്ത് ഉണ്ട്, സമ്പത്തുണ്ട് എന്നൊക്കെയാണെങ്കിൽ പതിയെ പതിയെ അത് റിയാലിറ്റിയായി മാറും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഇത് മാജിക് ആണോ? അല്ല, ഇത് സയൻസ് ആണ്, സൈക്കോളജിയാണ്, എനർജിയാണ്. പ്രിയ ചങ്ങാതി, നമ്മുടെ ബ്രെയിൻ ഒരു ഫിൽറ്റർ പോലെയാണ്. നീ എന്ത് വിശ്വസിക്കുന്നു, നീ വിശ്വസിക്കുന്നതാണ് ശ്രദ്ധിക്കുന്നത്, അതാണ് നീ അട്രാക്ട് ചെയ്യുന്നത്. യെസ്, സീക്രട്ട് നമ്മെ പഠിപ്പിക്കുന്നത് വളരെ സിമ്പിളായ ഒരു ഫോർമുലയാണ്. ആസ്ക്, ബിലീവ്, റിസീവ്. ചോദിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. അതെ, നീ എന്ത് വേണമെന്ന് ക്ലിയറായി ചോദിക്കണം. അതിനെ ഓൾറെഡി ലഭിച്ചതായി വിശ്വസിക്കണം. അത് നിന്റെ ജീവിതത്തിൽ വരും, വന്നിരിക്കും. പക്ഷേ ഇതൊരു ദിവസം കൊണ്ട് നടക്കില്ല. ഇതൊരു പ്രോസസ്സാണ്. നിന്റെ തോട്ട്സ് മാറ്റണം, നിന്റെ ഫീലിങ്സ് മാറ്റണം, നിന്റെ ബിലീഫ് സിസ്റ്റം മാറ്റി എഴുതണം. ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതുണ്ട്. അതിലൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നിനക്കിപ്പോൾ ഉള്ളതിനോട് നന്ദി പറയാൻ തുടങ്ങൂ. കാരണം നന്ദി പറയുന്നവന് ധാരാളമായി, സമൃദ്ധമായി അത് ലഭിച്ചുകൊണ്ടേയിരിക്കും. യെസ്, വരും ദിവസങ്ങളിൽ ഈ സീക്രട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോ ചാപ്റ്ററിലൂടെ നമ്മൾ പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. നിനക്ക് വേണ്ട ജീവിതം ഉണ്ടാക്കാൻ നിനക്ക് കഴിയും. നീ വിചാരിക്കുന്നതിനേക്കാൾ അധികം ശക്തി നിനക്കുണ്ട്. ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരൂ. നിന്റെ ചിന്തയിൽ, നിന്റെ വാക്കുകളിൽ, നിന്റെ വിശ്വാസത്തിൽ. നിന്റെ ജീവിതം മാറ്റാൻ പുറമേ നിന്നൊന്നും വരേണ്ടതില്ല. മാറ്റാനുള്ളതെല്ലാം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. നീ ഒരു കാന്തമാണ്. നിന്റെ അത്ഭുതം വരുന്നുണ്ട്. കാത്തിരിക്കുക. താങ്ക് യു.